ഈ മുസ്തഫയുടെ പ്രവൃത്തി ഇപ്പൊ രാഷ്ട്രീയ നേതൃത്വം അപലപിക്കുന്നില്ല, അത് അവരുടെ വിധിക്കപ്പെട്ട ഒരു തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിധി എന്ന് നമുക്ക് പറയാം. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അതിനേക്കാളൊക്കെ ഉപരി ഈ മുസ്തഫയുടെ സമുദായ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ആ ഒരു പ്രവൃത്തി ശരിയല്ല, അത് അപലപിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു വാക്കൊന്നും ഒരാൾ പോലും ഇതുവരെ ഉരിയാടിയതായിട്ട് നമുക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് മലപ്പുറത്തെ പ്രമുഖ മതേതരത്തിന്റെ വലിയ സങ്കല്പങ്ങൾ എന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്ന പ്രമുഖ തറവാട്ടിൽ നിന്ന് പോലും ഒരു തരത്തിലുള്ള അപലപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഫാദർ ജോൺസൺ തേക്കടി? ജോർജി, ഞാനും ആ കാര്യത്തെക്കുറിച്ച് വളരെ ആശങ്കാകുലനാണ്. പ്രത്യേകിച്ച് മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാവും മതത്തിന്റെ വാക്താവും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അതിനെ സാരമില്ല എന്ന് തലോടുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. വളരെ ചിന്തനീയമാണ് എന്തുകൊണ്ട് അവർ അപലപിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഏത് വിധത്തിൽ അപലപിക്കാൻ കഴിയും? എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോൾ വഴിപിഴച്ചവരെന്ന് നമ്മളെ വിളിക്കുന്ന ആ ഒരു വിഭാഗം, അവരെ മുട്ടുകുത്തി നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ കാണുന്നത് കൊല്ലപ്പെടേണ്ടുന്നവരാണ്, നമ്മളെ ഹനിക്കപ്പെടേണ്ടുന്നവരാണ്, നമ്മൾ തിരസ്കരിക്കപ്പെടേണ്ടുന്നവരാണ്, നമ്മൾ കത്തിക്കപ്പെടേണ്ടുന്നവരാണെന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമോ ജോർജ്? അതായത് ഈ ഒരു നിശബ്ദത, ഇത്തരം പ്രവർത്തികളെ ഈ നിശബ്ദത പാലിക്കുന്നവർ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഒരു കാര്യം ഓർക്കണം. ഇവിടെ അഭിമന്യ ബാലാപിതാവ് അന്നൊരു വാസ്തവമായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനെ ക്രൈസ്തവർ അപലപിക്കണമെന്ന് പറഞ്ഞ് എന്നോട് തന്നെ നേരിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ ബാലാപിതാവിനെ കാണാൻ പോയതും അവിടെ നടത്തിയ പത്രസമ്മേളനവും അതൊക്കെ അവരെ ചൊടിപ്പിക്കുകയായിരുന്നു. പിന്നീട് വളരെ ചൊടിപ്പിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞതായിട്ടുള്ള ആളുകള് അവരുടെ ഭാഗത്തു നിന്ന് ബാലാപിതാവ് വസ്തുതകളെ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത്, അതിന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, അതിന്റെ നല്ലൊരു ഉദാഹരണമല്ലേ ആലപ്പുഴയിലെ. ഇന്ന് എനിക്ക് തോന്നുന്നത് നിയമസഭയിൽ അതിനെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ചൂടായി. മുഖ്യമന്ത്രി ചൂടായി മാത്രമല്ല, അത് അവതരിപ്പിച്ചായിട്ടുള്ള ഡോക്ടർ മാത്യു കുഴനാടൻ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ പറയുകയുണ്ടായി, അല്ലെ? അത് നമ്മളെല്ലാം കേട്ടാണ്, സമൂഹം മുഴുവൻ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പം അതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കെ അത് അന്നേ പ്രവചന ശബ്ദം പോലെ ബാലാപിതാവ് എന്ന് പറഞ്ഞു, നമ്മളത് മനസ്സിലാക്കി. അന്ന് അത് അപലപിക്കണമെന്ന് പറഞ്ഞ ആളുകള് ഇന്ന് ഇത്രയും ഹീനമായ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അപലപിക്കുന്നില്ല? കാരണം അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ആശയം കെട്ടിക്കിടപ്പുണ്ട്. അത് ഈ മതേതരത്വ രാജ്യത്തിൽ പറയാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് അടക്കി വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ഒരു ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടൊരു മുദ്ര കുത്തിയാൽ മതിയല്ലോ, മാനസിക രോഗിയാണെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ. ഇപ്പം കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അങ്ങനത്തെ യാതൊരു മാനസികാവസ്ഥ പ്രശ്നവും ഇല്ല എന്നുള്ള അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ മറ്റുള്ളവർ പറയുന്നു ഉണ്ടെന്നുള്ളത്. അപ്പൊ ഏതാ നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നത്? ഈ പറയുന്ന ആളുകൾക്കായിരിക്കും ആ പ്രശ്നമുള്ളത്. ഒരു കാര്യം ശരിയാണ്, ഈ എത്ര അതിനെ തമസ്കരിക്കാൻ നോക്കിയാലും എത്ര അതിനെ ലലാപി പാടാൻ ശ്രമിച്ചാലും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഭയങ്കരമാണ്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ വിചാരിച്ചു ജോസഫ് മാഷുടെ കൈവെട്ടിയതോടുകൂടെ ജനഹൃദയങ്ങളിൽ ഭയമുണ്ടാകുകയും അവര് ഇനിയും കഴിവെട്ടിയ ആളുകളടക്കം ഉള്ളവരെ ഭയപ്പെടുകയും ഇനി അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ഒരു മാനസാന്തരം വന്നു കാണും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ആ തെറ്റിദ്ധാരണയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു സംഭവത്തോടുകൂടെ അതൊന്നും അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളായിട്ടുള്ള ഭരണം വരട്ടെ, വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു നാന്ദിയാണിത്, ഒരു തുടക്കം മാത്രമാണിത്, ഇത് നിങ്ങൾ കണ്ടോളുക, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് നമ്മളോട് സമൂഹത്തോട്, ജനാധിപത്യ സമൂഹത്തോട് കൃത്യമായിട്ട് സംവദിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കാണാനിടയായത്. അതിനെ ആരും അപലപിക്കുകയില്ല, അവർക്ക് സാധിക്കുകയില്ല. കാരണം അവര് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ക്രൈസ്തവികതയെ എപ്പോഴും ഇകഴ്ത്തുന്നവരാണ്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ ബാല്യം മുതൽ തന്നെ പഠിപ്പിക്കുന്ന പഠിപ്പീരിൽ തന്നെ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ അനുയായികളെയും ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് ജനത്തെ വ്യതിചലിപ്പിക്കുകയോ ചെയ്യുന്ന പാഠ്യ പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്.
അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് അവരുടെ തലച്ചോറിൽ കിടക്കുന്നത്, അതാണ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതൊന്നും തന്നെ ആരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല.